Hello my dears, how are you? Fine. Okay. So, sports ഇഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും? ഞാനും അതെ. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആർക്കല്ലേ ഇഷ്ടമല്ലാതിരിക്കുക? ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്? ആരാണ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്നത്? യെസ്, റൈറ്റ്. The one and only Sachin Tendulkar. Very good. The boy who changed the future of cricket. His thirst for centuries grew up with his career. He plays much the same as I used to play, Sir Don Bradman. The first man to score 10,000 runs in ODI history. The man of centuries scored 100 centuries in international cricket. First man in the planet to score a double 100 in ODI. His wait is over. A billion dreams come true. Wisden leading cricketer in the world. Padma Vibhushan, Padma Shri, Rajiv Gandhi Ghel Ratna Award. 200 tests, never before, never again. He may retire, but not his legacy. So, aspire to win എന്ന ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ലേണിംഗ് ദ ഗെയിം എന്ന ഒരു ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഓട്ടോബയോഗ്രഫി അറിയോ? യെസ്, റൈറ്റ്. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ പറ്റി സ്വന്തമായി എഴുതുന്ന ഒരു വിവരണത്തെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്, ആത്മകഥ. അപ്പോ എന്താണ് ഒരു ബയോഗ്രഫി? യെസ്, ബയോഗ്രഫി എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തെ പറ്റി വേറൊരാൾ എഴുതുന്ന വിവരണത്തെയാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓട്ടോബയോഗ്രഫി എന്നും എന്താണ് ഒരു ബയോഗ്രഫി എന്നും മനസ്സിലായില്ലേ? എങ്കിൽ ഒരു 2-3 ഓട്ടോബയോഗ്രഫിയുടെ എക്സാമ്പിൾസ് പറഞ്ഞു തരാൻ പറ്റുമോ? യെസ്, റൈറ്റ്. മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അതൊരു ഓട്ടോബയോഗ്രഫി ആണല്ലേ. അടുത്തതോ? യെസ്, APJയുടെ അഗ്നിച്ചിറകുകൾ. അങ്ങനെയെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണെന്നറിയോ? എങ്ങനെ? ലേണിംഗ് ദ ഗെയിമോ? അല്ല, സച്ചിൻ തെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ. അതിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലേണിംഗ് ദ ഗെയിം എന്ന നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. സച്ചിന്റെ ഫുൾ നെയിം എന്താണ് നിങ്ങൾക്കറിയോ? യെസ്, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. സോ നല്ലൊരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് താൻ എടുത്ത എഫേർട്സ്, ഹാർഡ് വർക്ക്, സ്ട്രഗിൾസ്, അതിനൊക്കെ പറ്റിയാണ് ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ സച്ചിൻ നമ്മളുമായി ഷെയർ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു സച്ചിൻ. കോളനി ഫ്രണ്ട്സുമായിട്ട് ടെന്നീസ് ബോൾ ഉപയോഗിച്ചായിരുന്നു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് സച്ചിൻ ആദ്യമൊക്കെ. സോ നിങ്ങളുടെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്? യെസ്, ധോണി, സച്ചിൻ, കോഹ്ലി, നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ സച്ചിനും ഫേവറേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയോ? യെസ്, സുനിൽ ഗവാസ്കറും വിവ് റിച്ചാർഡ്സും ആയിരുന്നു സച്ചിന്റെ ഫേവറേറ്റ് പ്ലെയേഴ്സ്. അവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ ആക്ഷൻസും സച്ചിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. സച്ചിൻ അവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയ നമ്മുടെ റോൾ മോഡൽസിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? അതേപോലെ തന്നെ സച്ചിനും സച്ചിന്റെ ഫേവറേറ്റ് പ്ലെയേഴ്സിനെ അനുകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ വളരെയധികം സച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 വ്യക്തികളായിരുന്നു വിവ് റിച്ചാർഡ്സും സുനിൽ ഗവാസ്കറും. ടിവിയിൽ ക്രിക്കറ്റ് കാണാന്നുള്ളത് സച്ചിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചിൻ പഠിച്ചുകൊണ്ടിരുന്നത് മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു. ക്രിക്കറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ഒരു സ്കൂളായിരുന്നു ന്യൂ ഇംഗ്ലീഷ് സ്കൂള്. മുംബൈയിലെ മറ്റുള്ള സ്കൂളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു സ്കൂളായിരുന്നു ഷർദാസ്ര വിദ്യാമന്ദിർ. അവിടുത്തെ കോച്ചായിരുന്നു രമാകാന്ത് അച്ചേക്കർ സർ. ആ സാർ അദ്ദേഹം അവിടെ കുറെ സമ്മർ ക്യാമ്പ്സ് ഒക്കെ നടത്തി വന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ സച്ചിന്റെ ബ്രദറായ അജിത്ത് സച്ചിനെ കൂട്ടിയിട്ട് ആ സമ്മർ ക്യാമ്പിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് അപ്പം നമ്മുടെ സച്ചിൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നത് ആരാണ്?
അജിത്ത്, സച്ചിന്റെ ബ്രദറായ അജിത്താണ് സച്ചിന് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നതും തന്റെ ഒരു ക്രിക്കറ്റിന് മുൻഗണനയുള്ള ഒരു സ്കൂളിൽ തന്നെ തന്റെ അനിയൻ ബ്രദർ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടായ ഒരാളായിരുന്നു അജിത്ത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ക്യാമ്പിലേക്ക് പോയി. ആദ്യമായാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ സച്ചിൻ ക്രിക്കറ്റ് കളിക്കുന്നത്, നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട്. പ്രത്യേകിച്ച് സച്ചിനെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അർച്ചേക്കർ സാറ് സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചിൻ കുറച്ച് നെർവസ് ആയി. നമ്മളെ തന്നെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നെർവസ് ആവും അല്ലേ? അപ്പൊ സച്ചിന് കുറച്ച് നെർവസ് ആയി. അതുകൊണ്ട് തന്നെ അർച്ചേക്കർ സാറ് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ സച്ചിന് കഴിഞ്ഞില്ല, സച്ചിൻ ഫെയിലായി. അപ്പൊ അർച്ചേക്കർ സാർ നമ്മുടെ സച്ചിന്റെ ബ്രദറായ അജിത്തിനെ വിളിച്ചിട്ട് സച്ചിൻ വളരെ ചെറുതാണെന്നും സച്ചിനെ കുറച്ചുകൂടി വലുതായിട്ട് തന്റെ ക്യാമ്പിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ സച്ചിന്റെ കഴിവില് അവനേക്കാൾ വിശ്വാസം ഉണ്ടായിരുന്നത് ബ്രദറായ അജിത്തിനായിരുന്നു. അജിത്ത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് നന്നായിട്ട്. സച്ചിൻ നമ്മുടെ കോളനി ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നത് അജിത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിൻ എന്തുമാത്രം കളിക്കുമെന്ന് അജിത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിന് ഒരു ചാൻസ് കൂടി കൊടുക്കണമെന്ന് അജിത്ത് നമ്മുടെ അർച്ചേക്കർ സാറിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സാറിന് അടുത്ത് നിന്ന് നോക്കുന്നതുകൊണ്ടാണ് അവന് നെർവസ് ആവുന്നതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ എന്ത് ചെയ്തു, കുറച്ച് ദൂരെ മാറി നിന്ന് സച്ചിനോട് കളിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ സച്ചിൻ കുറച്ച് കോൺഫിഡന്റ് ആയി. സച്ചിൻ നന്നായിട്ട് കളിക്കാൻ പറ്റി. അപ്പൊ സാറിന് മനസ്സിലായി ഈ കുട്ടി നന്നായി കളിക്കുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ സച്ചിനെ ക്യാമ്പിലേക്ക് നമ്മുടെ അർച്ചേക്കർ സാറ് സെലക്ട് ചെയ്തു. സോ അതാണ് സച്ചിന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നാണ് സച്ചിൻ വിശ്വസിക്കുന്നത്. സോ ക്യാമ്പ് രാവിലെയും വൈകിട്ടും ശിവജി പാർക്കിൽ വെച്ചിട്ടായിരുന്നു. രാവിലെ 7:30 മുതൽ 10:30 വരെയായിരുന്നു സച്ചിന്റെ പ്രാക്ടീസ് ടൈം. പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും തിരിച്ചു വരുന്നു, ലേറ്റ് ഈവനിങ് പ്രാക്ടീസ് ടൈം. സോ ഈ ഒരു റുട്ടീൻ കൊണ്ട് നമ്മുടെ സച്ചിൻ വളരെയധികം ടയേർഡായിരുന്നു. ബാന്ദ്രയിലുള്ള സച്ചിന്റെ വീട്ടിൽ നിന്നിട്ട് ശിവജി പാർക്കിലേക്ക് 40 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പം വളരെ നേരത്തെ തന്നെ സച്ചിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം ബസ് കിട്ടണമെങ്കിൽ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ അജിത്തും സച്ചിന്റെ കൂടെ കൂട്ടുപോയിരുന്നു. ആ സമയത്തൊക്കെ അവർ സംസാരിച്ചിരുന്നത് ക്രിക്കറ്റിലെ ബാറ്റിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. സച്ചിൻ ആ കോൺവെർസേഷനൊക്കെ സച്ചിൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. തന്റെ ജീവിതത്തിലുടനീളം അജിത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും സച്ചിൻ കൂടെ കൂട്ടിയിരുന്നു എന്നാണ് സച്ചിൻ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സച്ചിന് ആകെ ഒരു ജോഡി ക്രിക്കറ്റ് ഡ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ രാവിലെ പ്രാക്ടീസ് ടൈം കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ അത് വാഷ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് വൈകിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ പാറ്റേൺ തന്നെ വൈകിട്ട് ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് രാവിലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഉണ്ടാവുക, ആ പോക്കറ്റ്, സച്ചിന്റെ പോക്കറ്റ് മാത്രം ഒരിക്കലും ഉണങ്ങിയിട്ടുണ്ടാവില്ല. ആ ക്യാമ്പിലുടനീളം സച്ചിൻ വെറ്റ് ആയിട്ടുള്ള പോക്കറ്റുള്ള ഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമ്മർ ക്യാമ്പിന്റെ ഏകദേശം പകുതി ആയപ്പോ തന്നെ സച്ചിന്റെ ബാറ്റിംഗിൽ നമ്മുടെ അർച്ചേക്കർ സാറ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആവുകയും സച്ചിന്റെ ബ്രദറായ അജിത്തിനോട് സച്ചിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും ഇപ്പൊ പഠിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് സ്കൂളില് തീരെ ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അവിടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറയുകയും തന്റെ സ്കൂൾ ചേഞ്ച് ചെയ്യണമെന്ന് പറയുകയും അജിത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ഈവനിങ്ങില് നമ്മുടെ അർച്ചേക്കർ സാറ് സച്ചിന്റെ ഫാദറിനെ വിളിച്ചിട്ട് സച്ചിന്റെ സ്കൂൾ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചു. ആ സമയത്ത് ഫാദറിന്റെ കൂടെ അജിത്തും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു സച്ചിൻ എത്രത്തോളം ടാലന്റഡ് ആണ്, സച്ചിന് എത്രത്തോളം ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, അവൻ എത്രത്തോളം അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ സച്ചിന്റെ ഫാദറിനും അറിയാമായിരുന്നു, അജിത്തിനും അറിയാമായിരുന്നു, ബ്രദറായ അജിത്തിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാദർ രണ്ടുപേരും സ്കൂൾ ചേഞ്ച് ചെയ്തതിനെ പറ്റി സാറിനോട് എഗ്രി ചെയ്തു. ആ വർഷം തന്നെ സച്ചിന്റെ സ്കൂളായ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് സച്ചിനെ സർദാശ്രം വിദ്യാമന്ദിറിലേക്ക് മാറ്റുകയും ചെയ്തു. സച്ചിന്റെ ഫാദറിന് ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പഠിത്തത്തിനേക്കാളും സച്ചിൻ ഫോക്കസ് ചെയ്യേണ്ടത് ക്രിക്കറ്റിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ സച്ചിന് തന്റെ ഓൾ എഫേർട്സ് ക്രിക്കറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർദാശ്രം വിദ്യാമന്ദിറിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു വർഷത്തില് 60 ഡേയ്സിനുള്ളിൽ 55 പ്രാക്ടീസ് മാച്ചാണ് നമ്മുടെ സച്ചിൻ കളിച്ചത്. ആ ഒരു സമ്മർ സെഷനില് രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയായിരുന്നു പ്രാക്ടീസ് ടൈം. അതിനുശേഷം വൈകിട്ട് 5 മണി മുതൽ അരമണിക്കൂർ ബ്രേക്കിന് ശേഷം വൈകിട്ട് 5 മണി മുതലായിരുന്നു വൈകിട്ടത്തെ സെഷൻ. ആ ഒരു സമയത്ത് 5 മോർ സെഷൻസ് ഉണ്ടായിരുന്നു. ആ 7 മണിയുടെ ഉള്ളില് 5 മണി മുതൽ 7 മണി വരെ 5 മോർ സെഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു അവസാന 15 മിനിറ്റില് നമ്മുടെ അജേകർ സാറ് ഒരു 1 റുപ്പി കോയിൻ കൊടുത്തിട്ട് അത് സ്റ്റെമ്പിന്റെ ടോപ്പിൽ വെക്കും. എന്നിട്ട്
നമ്മുടെ സച്ചിനോട് കളിക്കാൻ ആവശ്യപ്പെടും. ആ ഒരു 1 rupee കോയിൻ തട്ടി വീഴാതെ സച്ചിൻ ഫുൾ മാച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 1 rupee കോയിൻ നമ്മുടെ സച്ചിനുള്ളതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ അജയ്ക സാറ് നമ്മുടെ സച്ചിന്റെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്തത്. അത് മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല മെന്റൽ സ്ട്രെങ്തിനെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സച്ചിന്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ബൗളേഴ്സിനും ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ആ 1 rupee കോയിൻ തട്ടി താഴെ വീഴ്ത്താന്ന്. പക്ഷെ അവിടെ നിന്നെല്ലാം നമ്മുടെ സച്ചിൻ ആ 1 rupee കോയിൻ എസ്കേപ്പ് ചെയ്തിട്ട് സ്വന്താക്കുമായിരുന്നു. അതുകൂടാതെ ഈ പ്രാക്ടീസ് സെഷന്റെ ഒടുവില് 2 റൗണ്ട് ശിവജി പാർക്കിലൂടെ അജയ്ക സാറ് സച്ചിനെ ഓടിക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മുടെ സച്ചിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല മെന്റൽ സ്ട്രെങ്ത് കൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്നാണ് സച്ചിൻ നമ്മളോട് പറയുന്നത്. ആദ്യമൊക്കെ ഫാദർ ആയിരുന്നു സച്ചിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ സച്ചിൻ ആകെ ഫാദറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ഒരു സ്പെഷ്യൽ ജ്യൂസിന് വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം സച്ചിൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. ആ പ്രാക്ടീസിന്റെ ഒക്കെ ഒടുവിൽ സച്ചിൻ വളരെയധികം ടയർഡായിരുന്നു. സോ സച്ചിൻ ആകെ വേണ്ടിയിരുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസ് ആയിരുന്നു. ആദ്യമെല്ലാം നമ്മുടെ ഫാദർ എപ്പോഴും സച്ചിന് സ്പെഷ്യൽ ജ്യൂസ് മേടിച്ചു കൊടുക്കായിരുന്നു. പിന്നെ അതൊരു വലിയൊരു എക്സ്പെൻസ് ആയി മാറി. അതുകൊണ്ട് തന്നെ സച്ചിന് കൂട്ടാൻ വരുന്നത് ഫാദർ കുറച്ചു കൊണ്ടുവന്നു. സച്ചിൻ ബസ്സിൽ കയറിയ ഉടനെ തന്നെ അറിയാതെ ഉറങ്ങിപ്പോകുമായിരുന്നു. കാരണം ക്ഷീണം കൊണ്ട് വളരെയധികം ക്ഷീണമായിട്ടാണ് ബസ്സിൽ. ചിലപ്പോൾ ഒന്നും സീറ്റ് കിട്ടാറില്ല. സീറ്റ് കിട്ടിയാൽ മാത്രമാണ് സച്ചിൻ ഉറങ്ങിപ്പോവുക. ആ സമയത്തൊക്കെ അവിടെ മുംബൈ വളരെ വലിയൊരു സിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ബസ്സിൽ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു സച്ചിന്. സീറ്റ് കിട്ടിയാൽ സച്ചിൻ ഉറങ്ങിപ്പോകുമായിരുന്നു. പലപ്പോഴും കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് സച്ചിന് കുറേയധികം ചീത്ത മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം സച്ചിന്റെ കൂടെയുള്ള കിക്ക് ബാഗ് ഒരു പാസഞ്ചറിന്റെ കൂടെ സ്ഥലം വാങ്ങുന്നുണ്ട്, സ്ഥലം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കണ്ടക്ടേഴ്സ് സച്ചിനെ ചീത്ത അറിയായിരുന്നു. അതുകൊണ്ട് സച്ചിന് പേടിയായിരുന്നു ബസ് കയറുക എന്ന് പറയുന്നത് തന്നെ സച്ചിന് പേടിയായിരുന്നു. പിന്നെ സച്ചിൻ എന്ത് ചെയ്തു, കിക്ക് ബാഗിലുള്ള സാധനങ്ങളൊക്കെ പാഡും ഹെൽമെറ്റും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബസ് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ആ പിന്നീട് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. സോ അതൊക്കെ ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ സച്ചിന് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് സച്ചിൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ സച്ചിന് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് സച്ചിൻ പറയുന്നത്. എത്രയൊക്കെ ക്രിക്കറ്റ് ഇഷ്ടമാന്ന് പറഞ്ഞാലും ഈ കണ്ടിന്യൂസ് സ്ട്രെസ് നമ്മുടെ സച്ചിനെ വളരെയധികം ടയർഡാക്കിയിരുന്നു. നമുക്ക് എന്ത് കാര്യം ഇഷ്ടമാന്ന് പറഞ്ഞാലും വളരെയധികം നമ്മൾ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നും അല്ലെ. അതേപോലെ തന്നെയായിരുന്നു സച്ചിനും. സച്ചിൻ പിന്നെ നമ്മുടെ കോളനി ഫ്രണ്ട്സുമായിട്ടുള്ള കളികളൊക്കെ മിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദിവസം സച്ചിന് സമ്മർ ക്യാമ്പിൽ ലീവ് ആയിട്ടുണ്ടെങ്കിൽ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ അജയ്ക സാറ് സച്ചിനെ കൂട്ടിക്കൊണ്ടുപോകായിരുന്നു. സച്ചിനോട് എപ്പോഴും പറയായിരുന്നു, നീ കുട്ടികളുമായിട്ട് കളിച്ചിട്ട് നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരാളല്ല നീ, അവിടെ ക്രിക്കറ്റ് നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സച്ചിനോട് എപ്പോഴും പറയായിരുന്നു. പക്ഷെ ഇതെല്ലാം ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? സച്ചിന് ഇഷ്ടമല്ലായിരുന്നു. സച്ചിന് അജയ്ക സാറിനോട് ദേഷ്യം തോന്നുമായിരുന്നു. പലപ്പോഴും എപ്പോഴും കൂട്ടിക്കൊണ്ടുപോകുന്നതില് സച്ചിന് സാറിനോട് വളരെയധികം ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ സച്ചിന് ലജ്ജ തോന്നുകയാണ്. സാറിനെ നന്ദിയോടെ മാത്രമേ സച്ചിനെ ഇപ്പം ഓർക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് സച്ചിൻ പറയുന്നത്. പക്ഷെ ഒരു ദിവസം ഒരു ഈവനിങ്ങില് പ്രാക്ടീസ് സെഷന് മുന്നിട്ട് ക്ലാസ് ബങ്ക് ചെയ്തിട്ട് നമ്മുടെ സച്ചിന് ഒരു ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോവുകയാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. എന്തായിരിക്കും? യെസ്, നമ്മുടെ അജയ്ക സാറും അവിടെ ആ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് സാറിനെ സച്ചിൻ കാണുന്നത്. ഒരിക്കലും സാർ അവിടെ ഉണ്ടാവുമെന്ന് നമ്മുടെ സച്ചിൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അന്ന് സാറ് അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. അന്ന് സാർ അവനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മറ്റുള്ളവരുടെ കളി കാണാനുള്ള ഒരാളല്ല നീ. നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ളവരെല്ലാം നിന്റെ കളി കാണാൻ എത്തുമെന്ന് അന്ന് ദീർഘവീക്ഷണത്തോടെ നമ്മുടെ അജയ്ക സാറ് സച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജയ്ക സാറിന്റെ പ്രസൻസ്, അജയ്ക സാർ തന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തില്ലായിരുന്നെന്നും താൻ ഈ നിലയിൽ എത്താൻ വേണ്ടി സാർ എടുത്ത എഫേർട്ട്, സാറിന് പറ്റുന്നതിന്റെ പരമാവധി സാറ് നമ്മുടെ സച്ചിനെ സഹായിച്ചിട്ടുണ്ടെന്നും സാറിനോട് എന്നും താൻ കടപ്പെട്ട ഒരാളായിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചിൻ ഈ ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ഇതാണ് അപ്പം ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിന്റെ ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ പറയൂ, നമ്മുടെ സച്ചിന്റെ ഫേവറേറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയായിരുന്നു? യെസ്, വെരി ഗുഡ്, സുനിൽ ഗവാസ്കറും വിവ് റിച്ചാർഡ്സും. സോ അവരാണ് നമ്മളെ സച്ചിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത 2 വ്യക്തികൾ അല്ലെ. ഓക്കെ,
സച്ചിന് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് തന്റെ സച്ചിന്റെ ജീവിതത്തിൽ ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇതാരായിരുന്നു? യെസ്, സച്ചിന്റെ ബ്രദറായ അജിത്. വെരി ഗുഡ്. സോ ആദ്യമായിട്ട് നമ്മുടെ സച്ചിൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ഏതായിരുന്നു? അതിന്റെ പേരെന്തായിരുന്നു സ്കൂളിന്റെ? യെസ്, ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. ദെൻ അവിടെ നിന്നിട്ട് നമ്മുടെ സച്ചിൻ വേറെ സ്കൂളിലേക്ക്, ക്രിക്കറ്റിന് നല്ല മുൻഗണനയുള്ള, ക്രിക്കറ്റ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളിലേക്ക് മാറി. ആ സ്കൂളിന്റെ പേര് ഓർമ്മയുണ്ടോ? യെസ്, വെരി ഗുഡ്, സർദാശ്രം വിദ്യാമന്ദിർ. അവിടുത്തെ കോച്ച് ആരായിരുന്നു? യെസ്, രമാകാന്ത് അച്ഛേക്കർ സർ. അതായിരുന്നു നമ്മുടെ സച്ചിന്റെ ഫസ്റ്റിലെ കോച്ച്. ആ സാറായിരുന്നു, ആ സാറിന്റെ ക്ലാസ് ആയിരുന്നു, ഒരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു നമ്മുടെ സച്ചിന് ആദ്യമായി കിട്ടിയത്. അതാണ് സച്ചിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നാണ് സച്ചിൻ വിശ്വസിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലുടനീളം സച്ചിൻ തന്റെ ജീവിതത്തിൽ ക്രിക്കറ്റിന് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്ത 3 പേരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ആരൊക്കെയായിരുന്നു? യെസ്, ബ്രദറായ അജിത്. ദെൻ യെസ്, ഓഫ് കോഴ്സ് അവർ കോച്ച് രമാകാന്ത് അച്ഛേക്കർ സർ. ദെൻ യെസ്, ഫാദർ. ഈ 3 പേരെ കുറിച്ചാണ് നമ്മുടെ ഈ ലേണിംഗ് ദ ഗെയിം എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മുടെ സച്ചിൻ സംസാരിക്കുന്നത്, അല്ലെ? ഇനി നമുക്ക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എന്താണ് ആക്ടിവിറ്റി 1? യെസ്, ഒരു റൈറ്റപ്പ് എഴുതാനാണല്ലേ. എന്ത് റൈറ്റപ്പ് ആണ്? യെസ്, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുന്നു. എന്തിനെങ്കിലും പറ്റിയിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുന്നതിനെയാണ് നമ്മൾ റൈറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ നമ്മുടെ സച്ചിന്റെ ജീവിതത്തിൽ സച്ചിനെ സ്വാധീനിച്ച 3 വ്യക്തികൾ, സച്ചിനെ സപ്പോർട്ട് ചെയ്ത, സച്ചിനെ ക്രിക്കറ്റ് ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്ത 3 പേരെ പറ്റി നമ്മൾ പഠിച്ചു. ആരൊക്കെയായിരുന്നു? സച്ചിന്റെ ഫാദർ, ബ്രദർ ആൻഡ് കോച്ച്. സോ അവരുടെ 3 പേരുടെയും റോൾസ് എന്തൊക്കെയായിരുന്നു, സച്ചിന്റെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന റോൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് 3 ബോക്സ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഹിൻസ് ആണ് എഴുതേണ്ടത്. നമുക്ക് തന്നെ, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു. ആദ്യമായി സച്ചിന്റെ ആ ടാലന്റ് മനസ്സിലാക്കിയത് ആരാണ്? അജിത്ത് ആയിരുന്നു. ഫാദർ ആണ് സച്ചിനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയാക്കിയതും കൂട്ടിക്കൊണ്ടുപോയതും. പിന്നെ അതേപോലെ സ്കൂൾ ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു ഫാദർ. കോച്ചാണ് എല്ലാ എഫേർട്ടും എടുത്തിട്ട് ഏതൊരു കാര്യം ചെയ്തിട്ട് സച്ചിനെ പ്രോത്സാഹിപ്പിച്ചതാരാണ്? കോച്ചാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ ഒരു മോഡൽ കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിക്കും. Ramesh Tendulkar, Sachin's father. He allowed Sachin to change school, and he advised him to change school only if he was really serious about playing cricket. And he came to take him home after practice at Shardashram Vidyamandir. And he encouraged his son, saying all he wanted him to do was to make his best efforts without worrying about the results. And he occasionally treated Sachin to a special fruit cocktail. The next one, Ajit Tendulkar, Sachin's brother. He identified Sachin's talent in cricket. He took Sachin to the camp to get trained under Achrekar sir. And he insisted on Sir giving Sachin to another chance to prove his mettle. And he always accompanied him to the camp for some days. And he discussed with Sachin the nuisance of batting. Nuisance means different styles of batting. Then Achrekar sir, Sachin's coach, he agreed to train Sachin in cricket. And he trained Sachin during the summer camp. And he trained Sachin at his new school, Shardashram Vidyamandir. Then sometimes he would even come to take Sachin on his scooter to the park if he didn't turn up for practice. And he placed a 1 rupee coin on the stumps for him to bat, avoid getting out and win it. സോ ഇതാണ് 3 പേരുടെ ഹിൻസ്. സോ ഈ ഹിൻസ് യൂസ് ചെയ്തിട്ട് ഇനി റൈറ്റപ്പ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഹിൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റൈറ്റപ്പ് എഴുതുക, ഒരു പാരഗ്രാഫ്, അത്രേ ഉള്ളൂ. സോ ഇനി എന്താണ് അടുത്ത ആക്ടിവിറ്റി? ആക്ടിവിറ്റി 2 എന്താണ്?
യെസ്, ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണല്ലേ. എന്താണ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ്? യെസ്, നമ്മൾ മറ്റൊരാളെ പറ്റിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുകയാണ്. അവർ എവിടെയാണ് ജനിച്ചത്, അവരെവിടെയാണ് വളർന്നത്, അവർ ആരാണ്, അവരുടെ ഇനിയിപ്പോ ഒരു ഓതറാണ്, ഒരു പോയറ്റ് ആണെങ്കിൽ അവരുടെ മേജർ വർക്ക്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അവാർഡ്സ് മേടിച്ചിട്ടുള്ളത്, അവരെന്തൊക്കെ ഹോണേഴ്സ് ആണ് നേടിയിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെ. സോ നമ്മുടെ ടെക്സ്റ്റില് അജേക സാറിന്റെ ഒരു പ്രൊഫൈൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ ആവശ്യത്തിന് വേണ്ട ഹിന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് സച്ചിന്റെ പ്രൊഫൈലിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. അത് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും ഒരു പ്രൊഫൈൽ റൈറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അജേക സാറിന്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അല്ലെ. Sachin Tendulkar. Sachin Ramesh Tendulkar was born on 24th April 1973 in Mumbai, Maharashtra. He is a former Indian cricketer and captain, widely regarded as one of the greatest cricketers of all time. He is the only player to have scored 100 international centuries, the first to score a double century in a one-day international, and the only player to complete more than 30,000 runs in international cricket. He played 664 international cricket matches in total, scoring 34,357 runs. He received the Arjuna Award in 1994, the Rajiv Gandhi Ghel Ratna Award in 1997, and the Padma Shri and Padma Vibhushan Awards in 1999 and 2008 respectively. He was awarded the Bharat Ratna, India's highest civilian award, on 16th November 2013. In 2012, Tendulkar was nominated to the Rajya Sabha. He retired from cricket on 16th November 2013. Learning the Game is an extract from his autobiography, Playing It My Way. ആക്ടിവിറ്റി 3 എന്താണ്? യെസ്, അവിടെ ഒരു ബ്ലോഗ് കൊടുത്തിട്ടുണ്ടല്ലേ. ആരുടെ ബ്ലോഗാണ്? യെസ്, ദ ഫേമസ് അത്ലറ്റ് വിൽമ റുഡോൾഫിനെ പറ്റിയിട്ട് ജേസൺ ആൻഡേഴ്സൺ എഴുതിയ ഒരു ബ്ലോഗാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഒരു ബ്ലോഗ്? ഇതൊന്ന് കണ്ടു നോക്കൂ. Blog. A blog is a web page with a collection of articles published on the World Wide Web. Blogging can be seen as a form of social networking service. Blogs provide facilities which help us to express our creative ideas to the world. By using blogs, we become the publisher of our own creations. Blogs allow others to read our creations and comment on them. സോ എന്താണ് ഒരു ബ്ലോഗ്? ബ്ലോഗ് എന്ന് പറയുമ്പം ഒരു വെബ് പേജാണ്. അത് നമ്മുടെ സ്വന്തം വെബ് പേജ്. നമ്മൾക്ക് നമ്മുടെ ഓൺ ക്രിയേഷൻസ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഓൺ ക്രിയേഷൻസ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ബ്ലോഗ്. സോ ഇതാണ് ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്റർ. സച്ചിൻ തന്നെയാണ് മെയിൻ ഹീറോ എന്ന് പറയുന്നത്. സച്ചിന്റെ ജീവിതത്തിലെ ക്രിക്കറ്റിലേക്ക് സ്വാധീനിച്ച 3 വ്യക്തികളെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ലേണിംഗ് ദ ഗെയിമിൽ പറയുന്നത്. ഫാദർ ആൻഡ് ബ്രദർ അജിത് ആൻഡ് ദ കോച്ച് ഹു യെസ് നമ്മുടെ രമാകാന്ത് അച്ചേക്കർ സർ. ഇവരെ 3 പേരെ പറ്റിയിട്ടാണ്. പിന്നെ അവനെടുത്ത എഫേർട്സ്, സച്ചിൻ തന്റെ ജീവിതത്തിൽ നല്ലൊരു ഗുഡ് ക്രിക്കറ്റർ ആവാൻ വേണ്ടി എടുത്ത സ്ട്രഗിൾസ്, എഫേർട്സിനെ പറ്റിയിട്ടാണ് നമ്മളുമായിട്ട് ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ സച്ചിൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.